എല്ലാവർക്കും നമസ്കാരം. സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റഡി സോൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള സ്റ്റഡി സോണിൻ്റെ ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമായ സെറിബെല്ലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഏത്? സെറിബെല്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെറിബ്രത്തിന് താഴെയായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് സെറിബ്രം വരുന്നത് അല്ലേ. ഇത്രയും ഭാഗമാണ് എന്ത്? സെറിബ്രം എന്ന് പറയുന്നത്. സോ സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഈ ഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? സെറിബെല്ലം എന്ന് വിളിക്കുന്നത്. സോ ഈ ഭാഗമാണ് എന്ത്? സെറിബെല്ലം എന്ന് വിളിക്കുന്നത്. സോ സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണുന്ന ഭാഗമാണ് സെറിബെല്ലം. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന, സോ സെറിബെല്ലത്തിന് അറിയപ്പെടുന്ന ഒരു പേരാണെന്ത്? ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗമാണ് ആര്? സെറിബെല്ലം എന്ന് പറയുന്നത്. സെറിബെല്ലത്തിൽ നമ്മളിവിടെ സെറിബ്രത്തിൽ എന്താ പറഞ്ഞത്? ചുളിവുകളും മടക്കുകളും, പിന്നെന്താ പറഞ്ഞത്? നമ്മൾ സെറിബ്രത്തിൽ എന്തുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്? ഒരുപാട് ചുളിവുകളും മടക്കുകളും ഉണ്ടെന്നായിരുന്നു പറഞ്ഞത് അല്ലേ. ചുളിവുകളും മടക്കുകളും ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ സെറിബെല്ലത്തിലേക്ക് എത്തുന്ന സമയത്ത് അതെന്തായിട്ട് മാറി? ചുളിവുകളും ചാലുകളുമായിട്ട് മാറുന്നുണ്ട്. ഏതിൽ? സെറിബെല്ലത്തിൽ. ഓക്കെ, ചാലുകൾ ആണ് എവിടെ കാണുന്നത്? സെറിബെല്ലത്തിൽ കാണുന്നത്. അപ്പം നമുക്ക് പറയാം എന്താണ്? ചുളിവുകളും ചാലുകളും കാണുന്ന ഒരു ഭാഗമാണിത് സെറിബെല്ലം എന്ന് പറയുന്നത്. ഇനി സെറിബെല്ലത്തിൻ്റെ മറ്റൊരു ഫങ്ഷൻ നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ തരത്തിലുള്ള പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. പേശി പ്രവർത്തനം നിയന്ത്രിക്കുന്നവയാണ് ആര്? സെറിബെല്ലം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്നു. നമുക്ക് സൈക്കിളൊക്കെ ചവിട്ടാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? സെറിബെല്ലത്തിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. തുലനാവസ്ഥ നിലനിർത്തുന്നു. ഓക്കെ, ദെൻ മദ്യം ബാധിക്കുന്നു. അപ്പം നമ്മൾ മദ്യം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെല്ലും ബ്രേക്കും ഒന്നും ഉണ്ടാവില്ല അല്ലേ. നമ്മൾ ആടി നമുക്കൊരു സ്റ്റഡി ആയിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ടാവില്ല അല്ലേ. നേരെ നിൽക്കില്ല നമ്മൾ മദ്യം കഴിച്ചാൽ. അപ്പോൾ അതിനകത്ത് എന്ത് മനസ്സിലാക്കാം? മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗം, മദ്യം ബാധിക്കുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ വരിക? സെറിബെല്ലമാണ്. മദ്യം മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? GABA, ഗാബ. ഏതാണത്? ഗാമ അമിനോ ബ്യൂട്ടൈറിക് ആസിഡ്.
ഓക്കെ, മധ്യ മസ്തിഷ്കത്തിലെ ബാധിക്കുന്ന നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഏത് നാഡീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത്? GABA, GABA, അതായത് ഗാമ അമിനോ ബ്യൂട്ടീറിക് ആസിഡിൻ്റെ പ്രവർത്തനത്തെയാണ് അല്ലെങ്കിൽ ഉൽപ്പാദനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത്.